Exercise 2.3 question number 3. A function f is defined by f of x is equal to 2x minus 5. ഇങ്ങനെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. f of x is equal to 2x minus 5. Write down the values of f of 0, f of 7, f of negative 3. അതായത് f of 0യുടെയും f of 7ന്റെയും f of negative 3യുടെയൊക്കെ വാല്യൂസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്കറിയാം f of x എന്ന് പറഞ്ഞാൽ 2x minus 5 ആണ്. അപ്പോൾ f of 0 എന്ന് പറയുമ്പോൾ x ഉള്ള സ്ഥലത്തൊക്കെ 0 ഇട്ട് കൊടുക്കുക. 2 into 0 0 0 minus 5 negative 5. അപ്പോൾ f of 0 negative 5 കിട്ടി. നെക്സ്റ്റ് വൺ f of 7 ആണ്. അപ്പോൾ f of 7 എന്ന് പറയുമ്പോൾ 2 into 7 minus 5. 2 into 7 14. 14 minus 5 positive 9. f of 7ന്റെ വാല്യൂ positive 9. f of negative 3 എന്ന് പറയുമ്പോൾ 2 into xന് പകരം negative 3 minus 5. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. 2 into 3 6. നെഗറ്റീവ് 6 മൈനസ് നെഗറ്റീവ് 5. അതായത് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് നമ്പർ ഇടുക. 6 + 5 11 നെഗറ്റീവ് 11. ഇതാണ് വാല്യൂ. ഇങ്ങനെയാണ് വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ടി. കഴിഞ്ഞ കേസിലെ ഫംഗ്ഷൻ എഫ് ആണെങ്കിൽ ഫംഗ്ഷൻ ടി ആണ്. ടി എന്ന് പറഞ്ഞാൽ which maps temperature in degree Celsius into temperature in degree Fahrenheit. അതായത് ടെമ്പറേച്ചറിന് നമ്മൾ സെൽഷ്യസിലും പറയാറുണ്ട്, ഫാരൻഹീറ്റിലും യൂണിറ്റ് പറയാറുണ്ട്. അപ്പോൾ സെൽഷ്യസിനെ ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന മാപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ടി. ഇങ്ങനെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ടി ഓഫ് സി ഇസ് ഈക്വൽ ടു 9c/5 + 32. അങ്ങനെയെങ്കിൽ ഫൈൻഡ് 3 വാല്യൂസ് ഉണ്ട്. ഫസ്റ്റ് വൺ ടി ഓഫ് 0. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ ടി ഓഫ് 0 കണ്ടുപിടിക്കാനായിട്ട് എവിടെയാണോ ഇവിടുത്തെ വേരിയബിൾ, അവിടെ എക്സ് ആയിരുന്നെങ്കിൽ ഇവിടുത്തെ വേരിയബിൾ സി ആണ്. അപ്പോൾ സി എവിടെയാണോ അവിടെയാണ് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 9 into 0/5 + 32. അതായത് 9 into 0 0. 0/5 എന്ന് പറയുമ്പോൾ 0 തന്നെ. 0 + 32 32. അപ്പോൾ ടി ഓഫ് 0യുടെ വാല്യൂസ് കിട്ടി. സെക്കൻഡ് വൺ ടി ഓഫ് 28 ആണ്. സെയിം പോലെ തന്നെ സിക്ക് പകരം 28 ഇടുക. അപ്പോൾ 9 into 28/5 + 32. 9 into 28 252/5 + 32. 252 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 50.4 കിട്ടും. + 32 ആഡ് ചെയ്യുമ്പോൾ 82.4 കിട്ടും. തേർഡ് വൺ ടി ഓഫ് -10 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് 9 into സിക്ക് പകരം -10 ഇടുക. ബൈ 5 + 32. ഇത് ചെയ്യുമ്പോൾ -9 into 10 -90 കിട്ടും. ഡിവൈഡഡ് ബൈ 5 + 32. ദാറ്റ് ഈസ് -90 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ -18 + 32. ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ, അതായത് +14. ഫോർത്ത് ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് നമുക്ക് സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ആക്ച്വലി വാല്യൂ ഓഫ് സി? അതായത് വെൻ ടി ഓഫ് സിയുടെ വാല്യൂ 2112 കിട്ടുമെങ്കിൽ ഈ സിയുടെ വാല്യൂ എന്താണ്? അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടി ഓഫ് സി എന്താണെന്ന് അറിയാം. അതായത് 9c/5 + 32 is equal to 212. അടുത്ത സ്റ്റെപ്പിൽ 9c/5 അങ്ങനെ തന്നെ ഇടുക. 32 അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ 212 - 32 എന്നാവും. അതായത് 180 കിട്ടും. ഇപ്പം 9c/5 is equal to 180. ഇവിടെ നിന്ന് സിന്റെ കോയിഫിഷ്യൻ്റ് എന്താണ്? 9/5 എന്ന ഫ്രാക്ഷൻ ആണ്. 9/5 into c ആണ് 9c/5. അപ്പോൾ c is equal to 180 into ഈ ഫ്രാക്ഷൻ തിരിയും. അതായത് 5/9 ആവും. c is equal to 5/9 കിട്ടും. 100 ആണ് സിന്റെ വാല്യൂ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. ഒരു 3 ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഫങ്ഷൻ ആണ് f of x is equal to 2 - 3x. ഇതാണ് ഫങ്ഷൻ.
വേർ എക്സ് ഒരു റിയൽ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സ് എലമെന്റ് ഓഫ് ആർ, ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എക്സ് പോസിറ്റീവ് ആണ്. നമ്മൾ ബാക്കിയുള്ള കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ കണ്ടതാണ് റേഞ്ചും ഡൊമെയിനും കണ്ടുപിടിക്കാൻ. അതിൽ ആദ്യം നമ്മളോടൊരു ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് റേഞ്ചും ഡൊമെയിനും കണ്ടുപിടിക്കാൻ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ചെയ്തു. അതിനുശേഷം റിയൽ വാല്യൂയുടെ ഒരു ഫംഗ്ഷൻ ആണെന്ന് ഓൾറെഡി പറഞ്ഞു, ഈ ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കുക, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്തു. അവിടെയൊക്കെ നമ്മൾ എക്സിന്, വേരിയബിളായ എക്സിന് പല പല വാല്യൂസ് ഇട്ട് കൊടുത്തിട്ടാണ് കണ്ടുപിടിച്ചത്. പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടും ചെയ്യാം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റേഞ്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ഫംഗ്ഷൻ ആണെന്ന് ഓൾറെഡി അറിയാം. ഡൊമെയിനും റേഞ്ചും രണ്ടും കണ്ടുപിടിക്കണ്ട, റേഞ്ച് മാത്രം കണ്ടുപിടിച്ചാൽ മതി. നമുക്കറിയാം എക്സിന് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂസ് എന്താണോ അതാണ് ഡൊമെയിൻ ആയിട്ട് വരുന്നത്. എക്സിന് നമ്മൾ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന് എന്തൊക്കെ വാല്യൂസ് കിട്ടും അതാണ് ആക്ച്വലി ഇമേജുകൾ അഥവാ റേഞ്ചിന്റെ സെറ്റിൽ വരുന്നത്. എഫ് ഓഫ് എക്സിന് കിട്ടുന്ന വാല്യൂസ് ആണ്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് എക്സിന്റെ പല വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസിൽ റേഞ്ച് മാത്രം കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ എക്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് അസ്യൂം ചെയ്യാതെ വേറൊരു മെത്തേഡിലും ചെയ്യാം. അതിന് നമുക്കൊരു ഗിവൺ കണ്ടീഷൻ തന്നിട്ടുണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 0 ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 1 സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ. ഇത് ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് എഫ് ഓഫ് എക്സ് എന്ന് നമ്മൾ എത്തിക്കണം. പല മാറ്റങ്ങൾ വരുത്തി എക്സിനെ എഫ് ഓഫ് എക്സ് ആക്കണം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് അറിയേണ്ടത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2 - 3x ആണ്. അതിനായിട്ട് എക്സിന്റെ കൂടെ ആരുണ്ട്? ഒരു 3 ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ഇക്വേഷനെ, ഇതൊരു ഇക്വാളിറ്റി ആണ്, ഇക്വേഷൻ അല്ല, എക്സ് ഗ്രേറ്റർ ദാൻ 0 ഒരു കണ്ടീഷനെ മൾട്ടിപ്ലൈയിങ് ബൈ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 3 × x 3x ഗ്രേറ്റർ ദാൻ സൈൻ അങ്ങനെ തന്നെ 0 × 3 0 3x ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. ഇനി ഈ കണ്ടീഷനിൽ എഫ് ഓഫ് എക്സിന്റെ ഫംഗ്ഷനിൽ 3x ഇവിടെ നെഗറ്റീവാണ്, 3xന്റെ സൈൻ നെഗറ്റീവാണ്. അതായത് മൾട്ടിപ്ലൈയിങ് ബൈ നെഗറ്റീവ്, ഒരു നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ നെഗറ്റീവ് 3xനെയും നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണ്, 0നെയും നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വാളിറ്റി ചേഞ്ച് ചെയ്യും. ഗ്രേറ്റർ ദാൻ എന്നുള്ളത് ലെസ് ദാൻ ആകും, ലെസ് ദാൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ആകും. അതായത് ഇക്വാളിറ്റി റിവേഴ്സ് ചെയ്യും, ചേഞ്ച് ചെയ്യും. സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ്റെ കേസാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് നെഗറ്റീവ് 3x ഗ്രേറ്റർ ദാൻ മാറി ലെസ് ദാൻ ആയി, നെഗറ്റീവ് അപ്ലൈ ചെയ്തതുകൊണ്ടാണ്. 0ക്ക് നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ഒന്നും ഇല്ല, അപ്പോൾ 0 തന്നെ. അടുത്ത സ്റ്റെപ്പിൽ ഇനി 2 ഉണ്ട്. ഇവിടെ ഒരു 2 വരണമെങ്കിൽ 2 ആഡ് ചെയ്താൽ പോരെ. അപ്പം ആഡിങ് 2 ഓൺ ബോത്ത് സൈഡ്സ്, 2 ഓൺ ബോത്ത് സൈഡ്സ്. നമ്മൾ എന്തൊരു കാര്യം ഈ ഒരു ഇക്വേഷനിൽ ഇക്വാളിറ്റിയിൽ എന്തെങ്കിലും ചെയ്താൽ അത് രണ്ട് സൈഡിലും ചെയ്യണം. ആഡിങ് 2 ഓൺ ബോത്ത് സൈഡ്സ്, 2 ആഡ് ചെയ്യുമ്പോൾ -3x + 2 എന്ന് വരും, ലെസ് ദാൻ 0 + 2 എന്ന് വരും. ഇങ്ങനെയും എഴുതാം. നെഗറ്റീവ് പോസിറ്റീവ് നമ്പറിനെ ആദ്യം എഴുതി കഴിഞ്ഞാൽ ഒന്ന് ഓർഡർ മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെയും എഴുതാം. 2 - 3x ലെസ് ദാൻ 0 + 2 2 തന്നെ. നമ്മളിതാ 2x എന്നുള്ള ഒരു കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് അവിടെ നമ്മൾ 2 - 3x എന്ന് കിട്ടി. ഇതെന്തായിരുന്നു ഈ 2 - 3x? ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം, ഇതിന് പകരം എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 2. നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഞ്ച് എന്താണെന്നാണ്. അതായത് റേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സുകൾക്ക് നമ്മൾ പല പല വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന് എന്ത് കിട്ടും അതാണ് റേഞ്ചിൽ വരുന്നത്. അപ്പോൾ ഇതാ എഫ് ഓഫ് എക്സ് ഡയറക്റ്റ്ലി കണ്ടുപിടിച്ചാൽ മതി. എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ച് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2നേക്കാളും ചെറുതാണ്. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ നമ്മളൊരു നമ്പർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് 0, ഇത് 1, ഇത് 2 എക്സെട്ര. ഇത് -1, ഇവിടെ -2, അങ്ങനെ എക്സെട്ര. അതിൽ
2വിനേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ അതായത് 1 തൊട്ടുള്ള ആൾക്കാരാണ് ഇങ്ങോട്ട് വരും. 2വിനേക്കാൾ ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു ഇന്റർവെല്ലിൽ പറഞ്ഞൂടെ, എന്താണ് റേഞ്ച് സെറ്റിൽ വരിക എന്നുള്ളത് നമുക്കൊരു ഇന്റർവെല്ലിൽ നമുക്ക് പറയാൻ സാധിക്കും. 2വിനേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ അതായത് 2 ഇല്ല, 2വിന്റെ ലെഫ്റ്റ് സൈഡല്ലേ, അപ്പൊ 2 ആദ്യം എഴുതുക. 2 എന്തായാലും വരില്ല, അപ്പൊ ഓപ്പൺ ഇന്റർവെല് കൊടുക്കാം. ഇനി ഇങ്ങോട്ടേക്കുള്ള നമ്പേഴ്സ് എല്ലാം വരും. 1 വരും, -1 വരും, 0 വരും, -1 വരും, -2 അങ്ങനെ എല്ലാം വരും. അതായത് നെഗറ്റീവ് ഇൻഫിനിറ്റി, രണ്ടും ഓപ്പൺ ഇന്റർവെൽ, -∞ 2. ഇതാണ് എഫ് ഓഫ് എക്സ് റേഞ്ച് സെറ്റിന്റെ. എഫ് ഓഫ് എക്സിന്റെ റേഞ്ച് സെറ്റ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റിന്റെ ഫംഗ്ഷൻ ഇങ്ങനെയാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² + 2 where x is a real number. അപ്പോൾ x belongs to R. ഇതാണ് ഫംഗ്ഷൻ. കഴിഞ്ഞ ക്വസ്റ്റിനിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ ഇല്ല. ഇവർ പറഞ്ഞിട്ടുള്ളത് എക്സ് ഒരു റിയൽ നമ്പർ ആണെന്നാണ്. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടേം വെച്ചിട്ടാണ്, അതായത് x² അല്ലെ. എക്സ് ഒരു റിയൽ നമ്പർ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ എന്തായിരിക്കും? ഉദാഹരണം, എക്സ് -1 ഒരു റിയൽ നമ്പർ ആണ്, എക്സിന് +1 കൊടുത്താൽ അതൊരു റിയൽ നമ്പർ ആണ്, എക്സ് ഇസ് ഈക്വൽ ടു 0 അതൊരു റിയൽ നമ്പർ ആണ്. നമുക്ക് അതിന്റെ സ്ക്വയർ എന്ത് കിട്ടുമെന്ന് നോക്കാം. എക്സിന്റെ സ്ക്വയർ എന്താ? എക്സിന് നമ്മൾ -1 കൊടുത്തു കഴിഞ്ഞാൽ -1ന്റെ സ്ക്വയർ എന്താ? നെഗറ്റീവിന്റെ സ്ക്വയർ പോസിറ്റീവ് ആയിട്ട് പോകും. +1ന്റെ സ്ക്വയറും പോസിറ്റീവ് തന്നെയാണ്. 0യുടെ സ്ക്വയറോ അതെന്താ? 0. അതായത് എക്സ് ഒരു റിയൽ നമ്പർ ആണ്. നമ്മൾ എന്ത് റിയൽ നമ്പർ എക്സിന് കൊടുത്താലും സ്ക്വയർ കിട്ടുന്നതെല്ലാം പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവും വരും, 0യും വരും. അപ്പോൾ ഈ കണ്ടീഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇങ്ങനെയാണ്: ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 0യോ അതിനേക്കാൾ വലിയ നമ്പേഴ്സോ. അപ്പൊ നമുക്ക് കണ്ടീഷൻ ഇക്വാളിറ്റി എങ്ങനെ എഴുതാം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്കൊരു കണ്ടീഷൻ കിട്ടി, x² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇനി നമ്മൾ എഫ് ഓഫ് എക്സ് എത്തിക്കണം. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു കണ്ടീഷനിൽ ആകെ കൂടി ഒരു 2 മാത്രമുണ്ട്. അപ്പൊ ആഡിങ് 2 ഓൺ ബോത്ത് സൈഡ്സ്. ആഡിങ് 2 രണ്ട് സൈഡിലും ആഡ് ചെയ്യുമ്പോൾ 2 + x² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 + 2. അപ്പൊ ഞാൻ ഇതുപോലെ ആദ്യം ഓർഡറിൽ x² + 2 എന്ന് എഴുതി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കിട്ടി. സൈൻ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട, അതുകൊണ്ട് ഇക്വാളിറ്റി ഒന്നും ചേഞ്ച് ആവില്ല. അപ്പൊ നമുക്ക് നമ്മുടെ എഫ് ഓഫ് എക്സ് കിട്ടി. ഇതിപ്പോ x² + 2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഞ്ച് ആണ് എഫ് ഓഫ് എക്സ്. അതായത് നമുക്ക് എഫ് ഓഫ് എക്സ് റേഞ്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ 2വിനേക്കാളും 2ഓ 2വിനേക്കാൾ വലുതെന്ന് പറഞ്ഞാൽ എന്താ? 3, 4, 5, 6 എക്സെട്ര. ഇതാണ് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2ഓ 2വിനേക്കാൾ വലുതോ. അപ്പൊ 2 ഉണ്ട്. അപ്പൊ ഇതിന് നമുക്ക് ഇന്റർവെല്ലിൽ പറയുമ്പോൾ 2 കൊടുക്കാം. ക്ലോസ്ഡ് ഇന്റർവെൽ 2, കോമ ഇൻഫിനിറ്റി, പോസിറ്റീവ് ഇൻഫിനിറ്റി. 2വിനേക്കാൾ വലിയ എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ റേഞ്ച് സെറ്റിൽ വരുന്നത് ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഓപ്പൺ ഇന്റർവെല്ലേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ റേഞ്ച് സെറ്റിൽ വരുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ 2, ഓപ്പൺ ഇന്റർവെൽ ഇൻഫിനിറ്റി, പോസിറ്റീവ് ഇൻഫിനിറ്റി. തേർഡ് വൺ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വേർ എക്സ് ഇസ് എ റിയൽ നമ്പർ. ഇതാണ് ഫംഗ്ഷൻ. ഇങ്ങനത്തെ ഒരു ഫംഗ്ഷന്റെ റേഞ്ച് സെറ്റ്, അതായത് എഫ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നേരത്തെ പ്രോബ്ലം പോലെ ചെയ്യേണ്ട ആവശ്യമില്ല, അതിനേക്കാൾ വളരെ സിമ്പിൾ ആണ്. ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. ആക്ച്വലി ഇത് ഐഡന്റിറ്റി ഫംഗ്ഷന്റെ റേഞ്ചും ഡൊമൈനും നമുക്ക് എന്താണെന്ന് അറിയാം. റിയൽ നമ്പേഴ്സ് തന്നെ വരും ഐഡന്റിറ്റി ഫംഗ്ഷന്റെ റേഞ്ചും ഡൊമൈനും എല്ലാം. അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എക്സിന് കുറച്ച് നെഗറ്റീവ് നമ്പേഴ്സും കൊടുക്കാം, 0യും കൊടുക്കാം, പോസിറ്റീവ് നമ്പേഴ്സും കൊടുക്കാം. എക്സിന് -2 കൊടുത്താല് അപ്പൊ എഫ് ഓഫ് -2 അത് എന്ത് തന്നെ വരും? എക്സ് തന്നെ വരും, അതായത് -2. എക്സിന് -1 കൊടുത്താല് എഫ് ഓഫ് -1 അത് വീണ്ടും -1. എക്സിന് 0 കൊടുത്താല് എഫ് ഓഫ് 0 അത് 0. എക്സിന് +1 ആണ് കൊടുക്കുന്നതെങ്കിൽ എഫ് ഓഫ് +1 അത് 1 തന്നെ. എക്സിന് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ എഫ് ഓഫ് +2 അതായത് എക്സിന് നമ്മള് എന്ത് വാല്യൂ കൊടുക്കുന്നോ അത് തന്നെയാണ് എഫ് ഓഫ് എക്സ് വരിക. അതായത് എക്സ് നമ്മൾ കൊടുക്കുന്നത് റിയൽ നമ്പർ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് കിട്ടുന്നത് എന്ത് തന്നെയാണ്? റിയൽ നമ്പർ ആണ്. അപ്പോൾ റേഞ്ച് ഓഫ് എഫ്, ഈ ഒരു ഫംഗ്ഷന്റെ
റേഞ്ച് അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് തന്നെയാണ്.